ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ 65ൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യമേ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും 1.5 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാലയൊക്കെ വേണം. 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു 3/4 ടീസ്പൂണ് ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണ് നമ്മുടെ നല്ല ജീരകം ഉണ്ടല്ലോ, സാദാ ജീരകം, അത് പൊടിച്ചതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂണ് നമ്മൾ വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പൊക്കെ അവരവരുടെ പാകത്തിന് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് ആദ്യമേ നമുക്ക് കഴിച്ചതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മസാല. എന്നിട്ട് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഉപ്പ് വല്ലതും കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ 1/2 കിലോ ചിക്കനാണ് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് നല്ലപോലെ അതൊന്ന് മസാല തേച്ച് പിടിപ്പിക്കണം. അപ്പം ഈ സമയത്ത് നമ്മൾ ചിക്കൻ കഴിക്കാത്തവരൊക്കെയാണെങ്കിൽ ആദ്യമേ നമ്മൾ ആ മസാല റെഡിയാക്കുമ്പം ഉപ്പ് നോക്കിയാൽ മതി. എന്നിട്ട് പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ. പിന്നെ നമ്മളത് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം 1 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോറുമാണ് ചേർക്കുന്നത്. അരിപ്പൊടിക്ക് പകരം മൈദ വേണ്ടുന്നവർക്ക് മൈദ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാമേ. പിന്നെ 1 ടീസ്പൂണ് എണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മുട്ട നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ പാതി നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ മുട്ടയാണെങ്കിൽ ചേർത്ത്, ഇത് വലിയ മുട്ടയായതുകൊണ്ട് അതിൻ്റെ പാതി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാവരും ഒന്നുകൂടെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുറഞ്ഞത് ഒരു 1/2 മണിക്കൂർ വെക്കുക. 1 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് 2 തവണയായിട്ടാട്ടോ ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. അപ്പം ഇതിൻ്റെ ആദ്യമേ പറഞ്ഞിട്ട് എരിവൊക്കെ അവരവരുടെ ഇഷ്ടമനുസരിച്ച് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. പിന്നെ നാരങ്ങ നീരില്ലാത്തവരാണെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതിയേ. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇത് 1-2 തവണ തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് എല്ലാ സൈഡും നല്ലപോലെ ഒന്ന് ഫ്രൈ ആവുന്ന രീതിയിൽ കുറച്ച് സമയം ഒന്ന് വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ഇട്ടത് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ കോരിയെടുക്കുവാണ്. ഇതേ കൂട്ട് തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് മൈദയോ അരിപ്പൊടിയോ ഇതിലേതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. ഞാനിപ്പോൾ അരിപ്പൊടിയാണ് ചേർത്തിരുന്നത്. പിന്നെ കോൺഫ്ലോർ 1 ടേബിൾ സ്പൂണ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതും ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ സോസ് റെഡിയാക്കുവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂണ് റെഡ് ചില്ലി സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ടൊമാറ്റോ സോസ് കൂടുതലാട്ടോ ചേർത്തേക്കുന്നത്, 2 ടേബിൾ സ്പൂണും ഇത് 2 ടീസ്പൂണുമായിരുന്നു. പിന്നെ ഇതിനകത്തോട്ട് 2 ടീസ്പൂണ് വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ചേർത്ത് കൊടുക്കണം. ഞാൻ വിനാഗിരി ആട്ടോ ചേർത്തിരുന്നത്. പിന്നെ ഞാൻ ഇത് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രോപ്പ് റെഡ് കളർ ചേർത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ എപ്പോഴും വീട്ടിലൊക്കെ ചെയ്യുവാണെങ്കിൽ കളർ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ കടയിലൊക്കെ കിട്ടുമ്പോൾ നല്ല കളറോടുകൂടിയല്ലേ കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ട് ആ ഫോട്ടോയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഡ്രോപ്പാണ് കളർ ചേർത്തിരുന്നത്. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിന് റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ ആയിട്ട് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കുകയാണ്. ഇതിനി ഉണ്ടല്ലോ നല്ലൊന്ന് മൊരിഞ്ഞ് വരണം, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. പിന്നെ ഞാനൊരു 5 പച്ചമുളക് എടുത്തിട്ടും ഒരു 4-5 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. അതും എരിവിൻ്റെ അനുസരിച്ച് വേണം കേട്ടോ. നിങ്ങൾ ഒത്തിരി എരിവ് വേണ്ടാത്തവർക്കാണെങ്കിൽ 3 എണ്ണമൊക്കെ എടുത്താൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ എടുക്കുന്നില്ലെങ്കിൽ അല്ലാതെ വേറെ എണ്ണ തന്നെ 1 ടേബിൾ സ്പൂൺ എടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അന്നേരം നമ്മൾ എടുത്ത് വെച്ചിരുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് 1/2 ടീസ്പൂണ് മുളക് പൊടി, ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ് ഇട്ടിരിക്കുന്നത്, ഒന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ. അതിന് ശേഷം നമുക്കിതിലേക്ക് ആ സോസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് 1 ടീസ്പൂൺ ഞാൻ ജസ്റ്റ് അന്നേരം തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ആ സോസിലേക്ക് അത് ആദ്യമേ സോസ് മിക്സ് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം റെഡി ആകുമ്പം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് തിളച്ച് വരട്ടുക കേട്ടോ. നല്ലപോലെ തിളച്ച് വരുമ്പം ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അത് ചിക്കൻ്റെ ഉപ്പ് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മളിതൊന്ന് എല്ലാം കൂടി ഇട്ട് ആ സോസ് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണേ. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം കേട്ടോ. സ്റ്റാർട്ടായിട്ടൊക്കെ നമുക്ക് വീട്ടുകളിലൊക്കെ പാർട്ടിയൊക്കെ നടത്തുമ്പം പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നേരത്തെ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നാൽ അതിൽ സോസും ഒക്കെ റെഡിയാക്കി വെച്ചിരുന്നാൽ പാർട്ടിയൊക്കെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ലാസ്റ്റ് കുറച്ച് നമ്മൾ മല്ലിയിലയോ അല്ലെങ്കിൽ മല്ലിയില ഇഷ്ടമുള്ളതൊക്കെ കറിവേപ്പില ഇട്ടാൽ മതി കേട്ടോ.